ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് വൈഫൈ ചാനലുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യനാണ്, നിങ്ങളൊരു സൈറ്റിലൊരു മോഡം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു റൗട്ടർ ഫിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ നോർമലി ഈ വൈഫൈ ചാനൽ എന്താണ്, അല്ലെങ്കിൽ വൈഫൈ ചാനൽ സെറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളോട് കസ്റ്റമർ പറഞ്ഞെന്ന് വരാം, ഇത്തിരി ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ. ഇല്ലെങ്കിലും നിങ്ങൾ ഈ വൈഫൈ ചാനലിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും വൈഫൈ ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. വൈഫൈ ചാനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമുക്കറിയാം എത്ര ഫ്രീക്വൻസി, എത്ര ബാൻഡ് വിത്താണ് വരുന്നത്. അതായത് 2.4 ഉണ്ടാവും, 2.4 ഉണ്ടാവും, അതുപോലെ തന്നെ 5G ഉണ്ടാവും, പിന്നെ 6G ഇപ്പോൾ വന്നിട്ടുണ്ട്. ഐ മീൻ 6 GHz വൈഫൈസ് ഉണ്ട്, വൈഫൈ സിഗ്നൽസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ 2.4 ആണ് നോർമലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2.4 ബാൻഡ് വിത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ 5G ഡിവൈസുകൾ വന്നപ്പോൾ 5G ബാൻഡ് വിത്തും വരുന്നുണ്ട്, അതുപോലെ തന്നെ 5 GHz വരുന്നുണ്ട്, അതുപോലെ തന്നെ 6G GHz വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ വൈഫൈ ചാനൽസ് എങ്ങനെ വിലയിരുത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു ഡിവൈസ്, ആ വൈഫൈ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന സിഗ്നൽസിന്, അതായത് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് വൈഫൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മോഡത്തിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് നമ്മുടെ ആ ഒരു മോഡത്തിലോട്ട് വരുന്ന ആ ഒരു മോഡത്തിൽ നിന്ന് ഈ ഒരു നമ്മുടെ ഡിവൈസിലോട്ട് വരുന്ന ആ സിഗ്നൽ സഞ്ചരിക്കാനായിട്ട് ഈ ഓരോ ബാൻഡ് വിത്തിലും അല്ലെങ്കിൽ ഈ ഓരോ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഫ്രീക്വൻസി ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 20 GHz ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ 40 GHz ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 80 ആണെങ്കിലും, അങ്ങനെ ഓരോ ഫ്രീക്വൻസികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2.4 ആണ്, 2.4 എടുക്കണമെങ്കിൽ അതിനൊരു ബാൻഡ് വിത്ത് ഉണ്ടാവും. അതായത് എത്ര GHz ബാൻഡ് വിത്തിലാണെന്നുള്ളതുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 20 GHz ബാൻഡ് വിത്തിലാണ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈവേ ആയിട്ട് സങ്കല്പിക്കുക. അതായത് ഒരു NH47 ഉണ്ടാവും, NH17 ഉണ്ടാവും, അങ്ങനെ പല വീതിയിലുള്ള, പല നീളത്തിലോ വീതിയിലുള്ള വഴികളുണ്ടാവും. ഇതുപോലെ തന്നെ ഈ സിഗ്നൽസിന് സഞ്ചരിക്കാനും വഴികളുണ്ട്. അപ്പോൾ ഈ വഴികൾ മീൻസ് ഓരോ ഫ്രീക്വൻസികളുണ്ട്, അതിനാണ് ഈ വഴിയായിട്ട് നമ്മൾ സങ്കല്പികമായി പറയുന്നത്. അപ്പോൾ ഈ ഓരോ വഴികൾക്കും ഒരു നിശ്ചിത നീളം ഉണ്ടാവും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ 20 2.4 ഈ ഒരു നീളത്തിലാണ് ആ ഒരു ബാൻഡ് വിത്ത് വരുന്നതെങ്കിൽ, ആ ഒരു സഞ്ചരിക്കാനുള്ള വഴിയുടെ ആ ഒരു ബാൻഡ് വിത്ത് വരുന്നതെങ്കിൽ 5 GHz നേരെ ഇരട്ടിയാവും, 6 GHz അതിൽ കൂടുതലാവും. അപ്പോൾ അതനുസരിച്ച് ഇനി എങ്ങനെയാണ് ഈ ഒരു ചാനൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു വഴി നമ്മൾ പറഞ്ഞു 2.4 ആ ഒരു ബാൻഡ് വിത്തിന് വരുന്നുള്ള ആ ഒരു 20 GHz എന്നുള്ള ആ ഒരു പാതയാണ് അതിനകത്തുള്ളതെന്ന് നോക്കിയാൽ, വഴിയാണുള്ളത്. അതിൽ കൂടി വേണം ഈ ഒരു സിഗ്നൽസ് എല്ലാം വരാൻ. അതായത് ഓരോ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിന് വരേണ്ട വഴി ഈ പറഞ്ഞ വഴി കൂടി ആയിരിക്കും. ഈ ഒരു 20 GHz ആ ഒരു ബാൻഡ് വിത്തിൽ കൂടി ആയിരിക്കും ഈ ഒരു സിഗ്നൽസ് എല്ലാം നമ്മുടെ മൊബൈലിലോട്ട് വരുന്നത്. 2.4 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സിംഗിൾ ബാൻഡിൽ 2.4 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്നത് അതാണ്. അപ്പോൾ ഈ വഴി കൂടി ഒരുപാട് പേര് സഞ്ചരിക്കും. അതായത് നമ്മൾ മാത്രമല്ല ഡിവൈസ് ഉപയോഗിക്കുന്നത്, വേറെ പല ആൾക്കാരും ഈ ഒരു ഡിവൈസുകൾ ഉപയോഗിക്കും. അപ്പോൾ ഒരുപാട് ട്രാഫിക്കും ഇതിനകത്ത് വരും. അപ്പോൾ ആ ഒരു ഓരോ സിഗ്നൽസ് നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ആ ഒരു സിഗ്നൽസ്, അതായത് നമ്മൾ ആ ഒരു മോഡത്തിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ചുറ്റുപാടത്തും ഒരുപാട് പേര് വേറെ പല മോഡങ്ങളിൽ നിന്നും പല റൗട്ടറിൽ നിന്നും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഓരോ ഓരോ ഫ്രീക്വൻസിയിലായിരിക്കും. ഓരോ 2.4 ആണ് എല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിലും ആ ഒരു 2.4 പാതയിൽ തന്നെ പല വഴികളുണ്ടാവും. നമ്മളായിട്ടല്ലേ, ഇപ്പോൾ നമ്മുടെ വഴി തന്നെയാണെങ്കിൽ 2 ഉണ്ടാവും, നടുക്കി ഒരു മാർജിൻ ഇട്ടിട്ട് 2 വഴി ഉണ്ടാവും. ചിലതിൽ വന്നിട്ട് എത്രയാണ് 4 പാത, 6 വരി ഉണ്ടാവും, 2 വരി ഉണ്ടാവും, 3 വരി ഉണ്ടാവും, 4 വരി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓരോ വരികളുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ ലൈൻ വരച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ നമ്മുടെ 2.4 20 GHz പറയുന്നതെങ്കിൽ അതിനകത്ത് നോർമലി എത്രയാണ് 11 ചാനൽസ് വരുന്നത്. അതായത് 11 പാതകളുണ്ട്, 11 വരകളുണ്ടാവും. അപ്പോൾ ഈ ഓരോ വരയിൽ കൂടിയാണ് ഈ ഒരു ഓരോന്ന് പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്പർ 1 കൂടിയാണെങ്കിൽ അടുത്തുള്ള ഉപയോഗിക്കുന്ന അടുത്തൊരു പാതയിൽ കൂടിയായിരിക്കും. അങ്ങനെ ഈ 20 GHz ഈ പറഞ്ഞ 11 ചാനലുകളുണ്ട്, 11 വരിയായിട്ട് ഓരോ പാതകളുണ്ട്. അപ്പോൾ ഇതിൽ കൂടിയായിരിക്കും ഈ സിഗ്നൽസ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരേ സമയം ഒരേ പാതയിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ എന്തോരും ബ്ലോക്ക് വരും അല്ലേ. അതായത് വണ്ടി ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ബ്ലോക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത പാതയിലോട്ട് കയറി അല്ലെങ്കിൽ അടുത്ത വരിയിലോട്ട് കയറിയിട്ട് സഞ്ചരിക്കും. നോർമലി റൗട്ടർ സെറ്റ് ചെയ്തേക്കുന്നത് ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും. അതായത് ഒന്നിൽ ഒരു പാത, അതായത് 2.4 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സിഗ്നൽ ലൈൻ 1 കൂടിയാണ് വരുന്നത്, അതായത് ചാനൽ 1 കൂടിയാണ് വരുന്നത്. ചാനൽ 1 ഓൾറെഡി വേറെ ആൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചാനൽ 2 അത് പോകും. പിന്നെ അത് ഫ്രീ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് 3 പോകും. അങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഏതാണോ ഫ്രീ അത് ഓട്ടോമാറ്റിക്കലി ഒപ്റ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും മോഡത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഒരുപാട് പേര് സഞ്ചരിക്കുന്ന ഒരുപാട് പേര് ഉപയോഗിക്കുന്നിടത്ത് എല്ലായിടത്തും ഓരോ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും സഞ്ചരിക്കുന്നുണ്ടാവും. സിഗ്നൽസ് ഈ പറഞ്ഞ 11 ചാനലിൽ കൂടി സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് 1, 6, 11 എന്നീ ചാനലുകൾ, 1, 6, 11 എന്നീ ചാനലുകൾ ഓവർലാപ്പിംഗ് ഇല്ലാത്ത ചാനലാണ്. അതായത് അറ്റ് എ ടൈം ഒരു ആൾ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ആ ഒരു ചാനലിൽ. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കാം, ഇതിലോട്ട് സഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇല്ലാത്ത പക്ഷം ഏതിലാണ്ടാണോ ഫ്രീ ഓട്ടോമാറ്റിക്കലി
അത് പോയിക്കോളൂ. നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കണം നിർബന്ധമില്ല, ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഉണ്ടാവും. എന്നാലും ഇതാണ് ചാനൽ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ആ ഓരോ ഫ്രീക്വൻസിയിലും ആ ഓരോ വരിയായിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന പോലെ ഓരോരോ ചാനൽ ഉണ്ടാവും. ഇത് തന്നെ 5G ഹാർട്സിലോട്ട് വരുമ്പോൾ ചാനലിൻ്റെ എണ്ണം കൂടും. കാരണം ഇത് 2.4 11 ഉള്ളെങ്കിൽ അതിലോട്ട് വരുമ്പോൾ 36 അല്ലെങ്കിൽ 48 ആ ഒരു ചാനലുകൾ വരും. 6G ഹാർട്സിലോട്ട് വരുമ്പോൾ അതനുസരിച്ച് ചാനലുകൾ കൂടും. അത്രയും ഓരോരോ ചാനലിൽ കൂടി നമുക്ക് നമ്മുടെ സിഗ്നൽസ് സഞ്ചരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. കാരണം അവിടെ അത്രയും ട്രാഫിക് കുറവായിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ചാനൽസ് എന്ന് പറഞ്ഞാൽ 2.4 ആണെങ്കിൽ ആ ഒരു 20 GHz ആ ഒരു 11 ലൈനുകളുണ്ടാവും. 11 വരകളുണ്ടെങ്കിൽ 11 പാതകളുണ്ടാവും ആ ഒറ്റ ഫ്രീക്വൻസി തന്നെ. അതായത് 11 ചാനൽ, ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ 11 ചാനൽസ് ഉണ്ടാവും. ആ ചാനലിൽ ഏത് വേണമെങ്കിലും നമുക്ക് പോകാം. അതിനകത്ത് ചിലത് ഓവർലാപ്പ് ഇല്ലാത്തതുണ്ടാവും. അതിനകത്ത് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ആ ഓട്ടോ മാറ്റി ഓപ്ഷൻ മാറ്റിയിട്ട് ചാനലിനെ സ്പെസിഫൈ ചെയ്ത് ഇടാം. അപ്പോൾ ആ റൗട്ടറിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു ചാനലിൽ കൂടി ആയിരിക്കും അത് പോകുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എക്സ്റ്റൻഡറിലോട്ടൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതാണോ അതിൻ്റെ പാരൻറ്റ് മോഡ് കൊടുക്കുന്നത് അതേ ചാനലിൽ കൂടി തന്നെയാണ് ആ എക്സ്റ്റൻഡർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എക്സ്റ്റൻഡറിൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല വയർലെസ് ആയിട്ടുള്ള എക്സ്റ്റൻഡർ ചെയ്യുമ്പോൾ കേട്ടോ. വയർഡാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റൗട്ടർ മോഡിലിട്ട് അതിൻ്റെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ആ ഒരു ചാനൽസിൽ വരുന്നത്. ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് തല പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതിന് അത് അങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ചില അവസരങ്ങളിൽ ഒരുപാട് റൗട്ടേഴ്സ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഹോസ്റ്റലുകൾ അവിടെയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ചാനൽ സെറ്റ് ചെയ്യാം. ചാനൽ സെറ്റ് ചെയ്യണമെങ്കിൽ ആർക്കും പ്രിഫർ ചെയ്യണില്ല. ചാനൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പല ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓപ്ഷനും അതിനകത്തുണ്ട്. ഇതാണ് ഈ ഒരു വൈഫൈയുടെ ചാനൽസ് എന്നുകൂടി അറിഞ്ഞിരിക്കുക.